പിന്നീട് നേരിടാൻ കഴിഞ്ഞിട്ടുണ്ടോ? അങ്ങനെയാണ് അന്നോട്ട് ഇന്ന് വരെ അങ്ങനെയാണ് നേരിടുന്നത്. ഒന്നും എൻ്റെ മുഖത്തുനിന്ന് കാണൂല, ഒന്നും കാണൂല, ടെൻഷനാണെന്നേ കാണൂല. ഇപ്പൊ ജീവിതത്തിൽ ഒന്നിനെയും പേടിയില്ല, ആരെയും പേടിയില്ല, പക്ഷെ പേടിക്കുന്നതായി എന്തെങ്കിലും ഉണ്ടോ? ഒരു ശവം പോയാൽ പേടിക്കും. കാണാൻ ഇഷ്ടമല്ല. അതെന്താണ്? മരണഭയം എന്നുള്ളതാണോ? അങ്ങനെയല്ല, അതെന്തോ ഒരു കൊച്ചിലെ തൊട്ടൊരു പേടിയാണ്. അപ്പം അത് എപ്പോഴും എവിടെയെങ്കിലും ഡെഡ് ബോഡി പോയാൽ ഞാൻ വേഗം ഗ്ലാസ് കയറ്റി ഇങ്ങനെ ഇരിക്കും, ഞാൻ പേടിച്ചിരിക്കും, അതിന് മാത്രമേ പേടി. അപ്പം ഇങ്ങനെ ഇരിക്കും. ഇത് കുറേ വർഷം എനിക്ക് അറിഞ്ഞില്ല. ഞാൻ കൊച്ചിലേ അത് എവിടെയെങ്കിലും ഡെഡ് ബോഡി പോയാൽ ഏതെങ്കിലും ഒരു വീട് കണ്ട അങ്ങനെ കുടുകുടമെന്ന് കയറും. അങ്ങനെ കുറേ വർഷമായിരുന്നപ്പോൾ ഉണ്ട് അച്ഛൻ വീണ്ടും വരാനൊക്കെ തുടങ്ങി. ഒരു എപ്പോഴും വരും, മരണം വരെ വന്നുകൊണ്ടിരുന്നു. അപ്പം ഒരു ദിവസം ഞാൻ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു 11 മണിക്ക് വായിച്ചാന്ന് പറഞ്ഞു. പുള്ളി വന്നത് 12 മണിക്ക്. ഞാൻ ചോദിച്ചു എന്തോ പറ്റിയേ 12 മണിക്ക് വന്നിരിക്കുന്നത്? പോച്ചാ അയാളൊക്കെ പോയി, എന്തോ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്. അല്ല മോളെ, ഞാൻ വരുമ്പോൾ ഉണ്ട് ഒരു ബോഡി വന്നു, അപ്പോൾ പേടിച്ച് ഉള്ളിൽ ഞാൻ അങ്ങനെ നോക്കി അച്ഛനെ. അടപ്പായി മനുഷ്യ, ഈ സുഖമാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്, ഈ സുഖമാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്, ഇത്രയും വർഷത്തിന് ശേഷം അറിയുന്നതാണ്. അപ്പം അത് ഭയങ്കര, ഞാൻ പറഞ്ഞു അച്ഛൻ്റെ സ്വഭാവമാണ് എനിക്ക് കിട്ടിയിരിക്കുന്നതല്ലേ അടപ്പാവെന്ന്. ഇത് തന്നെ എനിക്ക് ഇപ്പം ഈ എയർ സിക്ക് ഉണ്ട്, എപ്പോഴും എയർ സിക്ക് ഭയങ്കരമായിട്ടുണ്ട്. എവിടെ പോയാലും എയർ സിക്കാണ്, എന്തെങ്കിലും. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഫ്രണ്ടിലാണ് ചോദിക്കുന്നത്, എല്ലാവർക്കും അറിയാതെ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോൾ. അപ്പം സിഗ്നേച്ചർ വരാമെന്ന് പറഞ്ഞാൽ മുന്നിലത്തെ ആ ഫസ്റ്റ് റോയെ അവർ തരുള്ളൂ. അപ്പം അങ്ങനെ വരുമ്പോൾ ഉണ്ട് ഈ സ്വഭാവമുണ്ട്, ഛർദിക്കും. അങ്ങനെയാണ് വാന്തി ശാന്തി എന്ന് വിളിക്കുന്നത് കമല്. എപ്പോഴും കമലഹാസൻ വിളിക്കുന്നത് വാന്തി ശാന്തി. എവിടെയാ വാന്തി ശാന്തി വന്നില്ലേ എന്ന് ചോദിക്കുള്ളൂ. അവൻ്റെ കമലിൻ്റെ ഫോണിൽ ഫീഡ് ചെയ്തിരിക്കുന്നു വാന്തി ശാന്തി എന്നാണ്. അപ്പം ആ സൂക്കേട് അങ്ങനെ എൻ്റെ മോക്ക് വന്നിട്ടുണ്ട്. അപ്പം അവള് പറയാം അമ്മ കാരണം ഇത്, അമ്മ കാരണം ഇത്, അമ്മ കാരണം ഇത്, അമ്മ കാരണം ഞാൻ ഇങ്ങനെ ഛർദ്ദിക്കുന്നത്. നോക്കി അവനിരുന്ന് സുഖമായിട്ട് അനിയമും കഴിച്ചുകൊണ്ടിരിക്കും, ഇവളിരുന്ന് ബ്ലാ ബ്ലാ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം ഞാൻ രണ്ടിനും ഇങ്ങനെ നോക്കും. ഇതാണ് രതി നിർവേദം, ചട്ടക്കാരി തുടങ്ങിയ സിനിമകളൊക്കെ ഇപ്പോൾ റീമേക്ക് ചെയ്ത് ഇറങ്ങി. അതുപോലെ അവളുടെ രാവുകളും ചെയ്യാൻ പോകുന്നു എന്ന് കേൾക്കുന്നുണ്ട്. അവളുടെ രാവുകൾക്ക് അങ്ങനെ ഒരു റീമേക്ക് ആവശ്യമുണ്ടോ? ഇല്ല. എന്തുകൊണ്ടില്ല? എൻ്റെ മനസ്സ് പറഞ്ഞു ഇല്ല എന്ന്. ഉണ്ടാവില്ല, അതിനൊരു സാധ്യത ഉണ്ടാവില്ല. സാധ്യത നിശ്ചയിക്കേണ്ടത് നമ്മളല്ല. അങ്ങനെ ഒരു ശശിയേട്ടൻ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ശശിയേട്ടൻ ചെയ്യരുതെന്ന് പറഞ്ഞു. ഓപ്പണായിട്ട് പറഞ്ഞു. ആരൊക്കെ എടുക്കുന്നു ഞാൻ പറഞ്ഞു ശശിയേട്ടൻ ചെയ്യരുത്. ആ ഒരു ഇപ്പോഴും ഈ 35 വർഷത്തിന് ശേഷം നമ്മൾ അവളുടെ രാവുകളിനെ കുറിച്ച് പറയുന്നു. ഇനി ഒരു 35 വർഷത്തിന് ശേഷം അതിനെ ചീത്ത പറയാതിരുന്ന നന്നു. ശശിയേട്ടൻ്റെ സഹായമില്ലാതെ തിരക്കഥാകൃത്ത് ഷെരീഫിന് ആ സിനിമ വീണ്ടും എടുക്കണമെന്ന് തോന്നിയാൽ തടസ്സപ്പെടുത്താൻ പറ്റും? അതിനെ ഒന്നും നമുക്ക് പറയാൻ ഒക്കില്ല. എങ്കിലും ആഗ്രഹിക്കുന്നത് അങ്ങനെ ഒരു സിനിമ ഉണ്ടാവരുതെന്നാണ്. ഉണ്ടാവില്ല, ഉണ്ടാവരുതെന്നല്ല, ഉണ്ടാവില്ല. ഓപ്പണായിട്ട് പറയാണ്, ഉണ്ടാവില്ല. അങ്ങനെ എങ്ങനെ ഉറപ്പിച്ച് പറയാൻ കഴിയും? നിങ്ങൾ കണ്ടോളൂ, നാളെ അങ്ങനെ വന്നാൽ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ അന്ന് എന്നെ മറുപടി പറയും. അത്ര വിശ്വാസമാണ് അത് ഉണ്ടാവില്ല? ഡെഫിനറ്റായിട്ടും. അത് വന്നിട്ടൊരു പടമല്ല, അതൊരു ലെസനാണ്. നമ്മൾ അങ്ങനെ എടുത്തത് അതൊരു പാഠമാണ്, അതൊരു കഥയാണ്, അതൊരു നല്ലൊരു എന്താ പറയുക. ഒന്നാമത്തെ സീമ എന്നുള്ളത് ഇന്നസെൻ്റ് ആണ്. അതിൽ ഇന്ന് വരുന്നവർ കുട്ടികൾ പോലും നല്ലോണം കഥ എന്താന്നൊക്കെ അറിയുന്ന ഒരു കാലഘട്ടമാണ് ഇത്. ഒരു കുട്ടികളൊക്കെ പാടുന്ന കേൾക്കുമ്പോൾ നമ്മൾ അന്തം പെട്ടിരിക്കും. അപ്പം ഈ കാലഘട്ടം വേറെയാണ്. അന്ന് സീമ എന്നുള്ള ഇതിന് ഭയങ്കര ഇന്നസെൻ്റ് ആയിരുന്നു, അവൾക്കൊന്നും അറിയില്ല. അങ്ങനെയാണ് ആ രാജി എന്നുള്ള കഥാപാത്രം ചെയ്തത്. അത് നാളെ അത് ചെയ്താൽ അത് എനിക്ക് അറിയില്ല. ഇന്നസെൻസും അഭിനയിക്കാമല്ലോ? എനിക്കറിയില്ല. അത് പുതിയ ആളുകൾക്ക് കഴിയുമായിരിക്കും, എനിക്കറിയില്ല. അപ്പം എന്തായാലും അത് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്. ഉറപ്പാണ്, എഴുതി വെച്ചോളൂ. നിയമപരമായി സാധ്യമാണ്, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. എങ്കിലും അത് നടക്കുമെന്ന് കരുതുന്നില്ല. നടക്കുന്ന എനിക്ക് തോന്നുന്നില്ല. അച്ഛൻ്റെ വീട് തലശ്ശേരിയിൽ, അമ്മയുടെ വീട് തൃപ്പൂണിത്തറ. പക്ഷെ ഇത്രയും കാലമായിട്ടും ഈ മലയാളി പ്രേക്ഷകർ താമസിക്കുന്ന ഈ കേരളത്തിൽ താമസമാക്കണമെന്ന് തോന്നാത്തത് എന്തുകൊണ്ടാണ്? അല്ല, ഇപ്പോൾ അമ്മയാവട്ടെ എല്ലാവരും, ശശിയേട്ടനാവട്ടെ എല്ലാവരും ചെന്നൈയിലാണ്, വീടുകളൊക്കെ ഉള്ളതുകൊണ്ട് ആ ഒരു സിറ്റുവേഷൻ അങ്ങനെ ആയിപ്പോയി. ഇപ്പം ശശിയേട്ടൻ കാലിക്കറ്റ് പോയാൽ തന്നെ
അന്ന് പാക്കപ്പ് ആയാൽ അന്നത്തെ വൈകുന്നേരത്തെ ട്രെയിനിൽ തന്നെ പുറപ്പെടും എന്നല്ലാതെ അവിടെ വീടുണ്ട് പുള്ളി താമസിക്കണം എന്നൊന്നും വിചാരിക്കൂല. വേഗം വരും ചെന്നൈയിൽ. ഇതാണ് അതിൻ്റെ ഒരു ചിട്ട. ഒരുപക്ഷെ ഐ വി ശശിയും സീമയെയും കൂടുതൽ ഉൾക്കൊള്ളുന്ന സ്ഥലം ചെന്നൈ ആണെന്നുണ്ടോ കേരളത്തെക്കാൾ? അയ്യോ, നിങ്ങൾ എന്തിനാ അങ്ങനെ കുഴപ്പം പിടിച്ചത്? ചെന്നൈയിലും ജീവിച്ചു പോട്ടെപ്പാ നമ്മൾ, എന്തിനാ ഇങ്ങനെയൊക്കെ കുഴപ്പമുണ്ടാക്കുന്നത്? അപ്പോൾ ഒരു കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകട്ടെ. വളരെ നന്ദി. താങ്ക് യു.